എം വിൻസൻ MLA എങ്ങനെയാണ് ഒരു അരമണിക്കൂർ ഈ പോലീസ് ഒന്ന് കാത്തു നിന്നിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ സംരക്ഷിക്കാമായിരുന്നു. രണ്ടുപേരുടെ ജീവൻ പൊലിയില്ലായിരുന്നു. അങ്ങ് അവിടെ പോയതാണല്ലോ, എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഈ അരമണിക്കൂറിന്റെ തിടുക്കം പോലീസ് കാണിച്ചത് എന്തിനാണ്? ശ്രീ എം വിൻസൻ MLA, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇതുപോലൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു മൃതദേഹം കൊണ്ടുവരാനിരിക്കുന്നു. പൊട്ടിക്കരയിൽ നിന്ന ഒരു മക്കൾ, അവിടെ അച്ഛൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി കുഴിയെടുക്കേണ്ടി വന്ന ഒരു മകൻ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലാണ് സംഭവിക്കുന്നത് എന്നത് വളരെ കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ, പൊതുസമൂഹം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു മുൻസിഫ് കോടതിയുടെ വിധിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു എക്സ് പാർട്ടി വിധി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുൻസിഫ് കോടതിയുടെ വിധിക്കെതിരായി നിയമം നൽകുന്ന ഒരുപാട് പരിരക്ഷകൾ രാജനുണ്ട്. അതിലേക്ക് പോകാൻ പോലും അനുവദിക്കാതെ 6-ാം മാസം 2020 6-ാം മാസം വിധി വന്ന ഉടൻ തന്നെ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് ഈ സ്റ്റേക്ക് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സ്റ്റേ നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റു നടപടികൾ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കീഴ്ക്കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് ഈ കേസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന എതിർകക്ഷികളും അവരോടൊപ്പം നിൽക്കുന്ന അധികാരികളും കൂടി ചേർന്നാണ് സ്റ്റേ ആയി, പക്ഷേ ആ ഉത്തരവ് കയ്യിൽ കിട്ടുന്നതിന് മുമ്പായി അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി അവിടെ എത്തിയത്. പോലീസ് നമ്മളെ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തെല്ലാം കയ്യേറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സമ്പന്നന്മാരും സ്വാധീന ശക്തിയുള്ള ആളുകളുടെ എന്തെല്ലാം കയ്യേറ്റങ്ങൾ ഈ നാട്ടിലുണ്ട്, എത്രമാത്രം കോടതി വിധികളുണ്ട്. അവയോടെല്ലാം കണ്ണടയ്ക്കുന്ന സമീപനം സ്വീകരിക്കുന്ന പോലീസും അധികാരികളും വെറും 3.5 സെന്റിൽ അവിടെ പോയി നോക്കിയാൽ അറിയാം, ഒരു വീടെന്ന് പറയാൻ പോലും കഴിയില്ല, തകര ഷീറ്റിട്ട ഒരു ഷെഡ്. അവിടെയാണ് ആ തകര ഷീറ്റിൽ പോലും, ആ ഷീറ്റിൽ കീഴിൽ പോലും താമസിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൂഢമായി ആലോചിച്ചുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. കാരണം ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് ഇവരെ കുടിയൊഴിപ്പിച്ചിരിക്കണം. അവരെ കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവിന് പ്രസക്തി ഇല്ലാതായി മാറും. 2021 ജനുവരി മാസം 15 വരെ കീഴ്ക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയാണ് വരുന്നതിന് അരമണിക്കൂർ അയാൾ യാചിക്കുകയാണ്. ശ്രീ എം വിൻസെന്റ്, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പോലീസ് ഈ നരഹത്യ നടത്തുന്നത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്തുപോയ സ്ത്രീക്ക് വേണ്ടിയാണോ? ആ സ്ത്രീക്ക് അത്രത്തോളം സ്വാധീന ശക്തിയുണ്ടോ? അരമണിക്കൂർ ഭക്ഷണം കഴിച്ച് ചോറ് കൊണ്ടുകൊണ്ടിരിക്കുന്നവരെ അവിടെ ഒന്ന് വലിച്ചിറക്കി പുറത്തിടാനുള്ള മനക്കെട്ടി എങ്ങനെ ഉണ്ടാകുന്നു സർ ഇവർക്കൊക്കെ? ഏറ്റവും പ്രതിഷേധാർഹമായ വസ്തുത അതാണ്. 22-ാം തീയതി ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇത് സംബന്ധിച്ച് കാര്യമായ എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ, ഇങ്ങനെ ഒരു വിധി വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നതെന്നോ, ഇവിടെ തന്നെ ആ മരണപ്പെട്ട രാജൻ്റെ പ്രിയപ്പെട്ട മകൻ രഞ്ജിത്ത് ഇവിടെ പറഞ്ഞത് ഒരുപാട് ആളുകളുമായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി പോലീസും അല്ലെങ്കിൽ കോടതിയുടെ ഉദ്യോഗസ്ഥന്മാരും വരുന്നതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ഈ ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നത്? അപ്പോൾ പോലീസ് തന്നെയാണ് ലോക്കൽ ഗുണ്ടകളെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടത്താൻ ഉള്ള ആൾക്കാരെ കൂടി കൊണ്ടുവന്ന് ഇത് നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 22-ാം തീയതി സംഭവം ഉണ്ടായിട്ട് ഈ സാഹചര്യത്തെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ, ഒരു ഉന്നതതല അന്വേഷണം നടത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഒരു അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല, ഈ സംഭവം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും ഉത്തരവാദിത്തപ്പെട്ട ആരും ആ സ്ഥലത്ത് പോലും പോയിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് പോയി, വളരെ നല്ല കാര്യം. പക്ഷേ ഒരു മരണം സംഭവിച്ചു എന്നിട്ടും പോയില്ല. ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി പോയിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആരും പോയിട്ടില്ല. എന്നിട്ട് ഇന്നാണ് അവിടെ പോകുന്നത്. ഇവരുടെ വീടിനെ സംബന്ധിച്ച് രാജൻ മരിച്ചതിന് ശേഷമെങ്കിലും സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ ആയിരുന്നില്ലേ? രണ്ടാമതൊരു മരണം കൂടി വേണമായിരുന്നോ സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ? എടുത്ത തീരുമാനം നല്ലത്, നമ്മൾ അംഗീകരിക്കുന്നു.